കുവൈറ്റിന്റെ 17ാമത് അമീറായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മന്ത്രിസഭ രാജിവെച്ചു. പാർലമെന്റ് അംഗങ്ങളെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതിരൂക്ഷമായാണ് ആദ്യ പ്രസംഗത്തിൽ തന്നെ പുതിയ അമീർ വിമർശിച്ചത്. രാജ്യത്തിന്റെ താൽപര്യത്തിനും ജനങ്ങളുടെ ആഗ്രഹത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ചില പാർലമെന്റ് അംഗങ്ങൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കുമുള്ള പുതിയ അമീറിന്റെ രൂക്ഷ വിമർശനം. ഇത്തരത്തിലുള്ള ചിലരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയോഗിച്ചത് തുടർന്ന് അനുവദിക്കില്ല. ഗൾഫ് മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുമെന്നും ദേശീയ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു. ദേശീയ അസംബ്ലിയിൽ പ്രാദേശിക സമയം 10 മണിയോടെയാണ് ഷെയ്ഖ് മിഷാൽ അൽ സബ സത്യപ്രതിജ്ഞ ചെയ്തത്. അർദ്ധ സഹോദരൻ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബ ശനിയാഴ്ച അന്തരിച്ചതിനെ തുടർന്ന് ഷെയ്ഖ് മിഷാലിനെ പുതിയ അമീറായി തെരഞ്ഞെടുത്തിരുന്നു. ഷെയ്ഖ് നവാഫിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 2021 മുതൽ അമീറിന്റെ ചുമതലകൾ നിറവേറ്റിയിരുന്നത് അദ്ദേഹമായിരുന്നു. അഴിമതി ഇല്ലാതാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് മിഷാൽ പറഞ്ഞു. പുതിയ അമീർ ചുമതലയേറ്റതിന് പിന്നാലെ മുൻ അമീറിന്റെ മകനും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെച്ചു. പുതിയ പ്രധാനമന്ത്രിയെ അമീർ ഉടൻ പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രിയാണ് മറ്റ് മന്ത്രിസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുക. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്.